അസ്സലാമലൈക്കും ഹായ് ഹലോ ഇന്നത്തെ നമ്മുടെ വ്ളോഗിലോട്ട് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? നമ്മളിവിടെ കുഴപ്പമൊന്നുമില്ല, അങ്ങനെ പോകുന്നുണ്ട്. അപ്പോൾ റെസ്റ്റൊക്കെ ഏകദേശമൊക്കെ കഴിഞ്ഞ് ഞാനിതാ എൻ്റെ ഡ്യൂട്ടിയിലോട്ട് അങ്ങ് പ്രവേശിക്കുകയാണ്. കാരണം എന്നെക്കൊണ്ട് പറ്റുന്നില്ല കേട്ടോ അങ്ങനെയൊന്നും. ഒരു 5-6 ദിവസം നമ്മൾ റെസ്റ്റൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി കുറച്ചായിട്ട് നമുക്ക് തുടങ്ങാം അല്ലേ. അപ്പോൾ രാവിലെ നേരത്തെ എണിച്ചു. ഇനി കുറച്ച് ദിവസത്തിന് ഞാൻ എന്തായാലും ജിമ്മിൻ്റെ സൈഡിലോട്ടൊന്നും പോകത്തില്ല കേട്ടോ. മെൻ്റലി ഓക്കെ ആവട്ടെ, അതേപോലെ ഫിസിക്കലിയും ഒന്നുകൂടെയൊക്കെ ഒന്ന് സെറ്റ് ആവട്ടെ. പിന്നെ വീട്ടിലും നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്ത് തീർക്കാനുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് സെറ്റായ ശേഷം മാത്രമേ ഇനി അങ്ങോട്ട് പോകുന്നുള്ളൂ കേട്ടോ. അപ്പോൾ രാവിലെ തന്നെ ഞാൻ സിറ്റ് ഔട്ടൊക്കെ ഒന്ന് വേഗം അടിച്ച് വാരി എടുക്കുകയാണ്. ചവിട്ടിയൊക്കെ ഒന്ന് കുടഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ കുമിയാനും ഒന്നും എനിക്ക് പ്രയാസമൊന്നുമില്ല. ടെൻഷൻ ഉണ്ടായിരുന്നു കേട്ടോ, ഭയങ്കര ടെൻഷനായിരുന്നു. പക്ഷെ ഞാൻ പേടിച്ച പോലെ എനിക്ക് വേദനയൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ ഒരു 3 ദിവസം ഞാൻ നല്ലോണം കഷ്ടപ്പെട്ടു. അന്നൊക്കെ നിങ്ങൾ എൻ്റെ ഫേസ് കണ്ടതാണെങ്കിൽ ചിലപ്പോൾ നിങ്ങളും കൂടെ കരയുമായിരിക്കും. അമ്മാതിരി ഫേസ്. എൻ്റെ മൈൻഡിൽ എന്തുണ്ടെങ്കിലും, എന്ത് പ്രശ്നമാണെങ്കിലും, എന്ത് സന്തോഷമാണെങ്കിലും അതെൻ്റെ മുഖത്ത് അറിയും. മനസ്സിൻ്റെ കണ്ണാടി മുഖം എന്ന് പറയുന്നത് എത്ര കറക്റ്റാണല്ലേ. അത് എനിക്ക് ഭയങ്കര കറക്റ്റാണ് കേട്ടോ. സന്തോഷമാണെങ്കിലും നന്നായിട്ട് അറിയും, സങ്കടമാണെങ്കിലും അറിയും, ടെൻഷനാണെങ്കിലും ഒക്കെ അറിയാൻ പറ്റും കേട്ടോ. അങ്ങനെ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ സിറ്റൗട്ടൊന്ന് അടിച്ചു വാരിയിട്ട് വന്നു. മുറ്റത്തെ ഇലകളൊന്നുമില്ല, പൊടിയുണ്ട്. പക്ഷെ നാളെ അടിച്ചു വരാമെന്ന് വിചാരിച്ചു. എല്ലാം കൂടെ ഒരുമിച്ച് അങ്ങ് ചെയ്യണ്ടെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ഇന്ന് ഞാനൊരു അബദ്ധം ചെയ്തിട്ടുണ്ട്, അത് വഴിയേ വരും കേട്ടോ. പിന്നെ ഇവിടേക്ക് ഒന്ന് സെറ്റാക്കി എടുത്തിട്ടുണ്ട്. വീടൊക്കെ ഒന്ന് മൊത്തം ഓർഗനൈസ് ചെയ്തെടുക്കണമെന്ന് ആഗ്രഹമുണ്ട്. പണ്ട് ഞാൻ എപ്പോഴും ചെയ്തുകൊണ്ടിരുന്ന സംഭവമായിരുന്നു കേട്ടോ അത്. അപ്പോൾ ഇതാണ് എൻ്റെ ലൈറ്റിൻ്റെ കാലൊടിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ അവിടെ ജസ്റ്റ് ഒന്ന് കെട്ടി വെച്ചതാണ് കേട്ടോ. അവിടുത്തെ ഒരു സംഭവം പോയിട്ടുണ്ടായിരുന്നു. 4-5 വർഷമായി ഇത് മേടിച്ചിട്ട്. ഇപ്പോഴും വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല കേട്ടോ. അന്ന് മേടിക്കുമ്പോൾ 5000 സംതിങ് ഉണ്ടായിരുന്നു കേട്ടോ അതിന് റേറ്റ്. ഭയങ്കര വെളിച്ചമാണ് കേട്ടോ. അത് ഒരൊറ്റ മതി കേട്ടോ വെളിച്ചം വരാൻ. എൻ്റെ വീഡിയോ ഒക്കെ എങ്ങനെ ഇത്ര വെളിച്ചമെന്ന് പലരും എന്നോട് ആദ്യമൊക്കെ എപ്പോഴും ചോദിക്കുന്നുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ സലൂസ് കിച്ചൺ അതിലത്തെ ഇത്ത ഒരു ദിവസം എന്നെ കോണ്ടാക്ട് ചെയ്തിട്ട്, അതായത് ഞാൻ അങ്ങോട്ടൊരു ഹായ് അയച്ചിരുന്നു. പിന്നെ ഇത്ത ഇങ്ങോട്ട് തിരിച്ച് ഹായ് അയച്ച് നമ്പറൊക്കെ മേടിച്ച് വിളിച്ച് ഒക്കെ. അപ്പോൾ ഇത്തയും ചോദിച്ചു ലൈറ്റ് ഏതാണ്, ലൈറ്റിൻ്റെ കമ്പനിയൊക്കെ ഒന്ന് ഫോട്ടോ എടുത്ത് അയച്ചു തരുമോ എന്നൊക്കെ ചോദിച്ചു. അപ്പോൾ ഞാൻ അവർക്ക് അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇപ്പോഴും നമ്മൾ ഒരു ഹൈ ബൈ ഫ്രണ്ട്സിൻ്റെ ഒരു ഇതുണ്ട്. കോള് നമ്മൾ 1-2 പ്രാവശ്യം ചെയ്തിട്ടുള്ളൂ. കാരണം എപ്പോഴും എല്ലാവരും തിരക്കായിരിക്കില്ലേ. പിന്നെ മാവ് ഇന്നലെ ആക്കി വെച്ചതിനെ ഒന്ന് ഉപ്പിട്ടിട്ട് സെറ്റാക്കി ഫ്രിഡ്ജിൽ കൊണ്ടുവയ്ക്കുകയാണ്. കാരണം സമയമുണ്ടല്ലോ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ, 2 മണിക്കൂർ എന്തായാലും ഉണ്ട്. അപ്പോൾ അത്രയും നേരം വെറുതെ പുറത്തിരുന്ന് പുളിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചു. പിന്നെ വാഷിങ്ങിന് കൊണ്ടുപോയി നമ്മുടെ പണി മുടക്കിയ മെഷീൻ ഉണ്ടല്ലോ, അത് വീണ്ടും ഓക്കെ ആയിട്ടുണ്ട്. ഞാൻ ഓക്കെ ആയ പോലെ മെഷീനും ഓക്കെ ആയി വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ മെഷീനിൽ കൊണ്ടുപോയി വാഷിങ്ങിനൊക്കെ ഇട്ട ശേഷം ഞാൻ വേഗം നമ്മുടെ റൂമിലോട്ട് പോയിന്ന് ബെഡ്ഷീറ്റൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കുകയാണ് കേട്ടോ. ഒന്ന് തട്ടിക്കൊട്ടി വിരിച്ചെടുക്കുകയാണ്. അപ്പോൾ ഇതാ ഞാൻ വേഗം ഒന്ന് അതെല്ലാം ചെയ്തെടുക്കുകയാണ്. ഇനി നമുക്ക് സാമ്പാർ എന്തെങ്കിലും ഉണ്ടാക്കണം. ദോശ കാട്ടി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ. ഇഡലിക്ക് ഇപ്പം അടുത്തൊന്നും എന്തായാലും ആട്ടൂല, ഒന്നുകൂടി സ്ട്രോങ് ആവട്ടെ. കാരണം കല്ലിങ്ങനെ എടുക്കൽ അത്ര വലിയ സംഭവമൊന്നുമല്ല. എന്നാലും പെയിൻ അനുഭവിച്ചപ്പോൾ എനിക്ക് പേടിയാണ് കേട്ടോ. അപ്പോൾ ഭയങ്കര പേടി, ഇനി പെട്ടെന്ന് വരുമോ, അങ്ങനെ ഇടുപ്പ് വേദന വന്നവർക്ക് അറിയാമല്ലേ അതിൻ്റെ ഒരു ബുദ്ധിമുട്ട്. ആരെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ പറയുക. ഇന്നലെ തന്നെ ഞാൻ 2-3 കമൻറ്റ് കണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ റിപ്ലൈ കൊടുത്തിട്ടുണ്ടായിരുന്നു അവർക്ക്. പിന്നെ ഇതാ പരിപ്പൊക്കെ എടുക്കുകയാണ്. അടുക്കള മൊത്തം അലങ്കോലമായിട്ട് കിടക്കുകയാണ്. ഇനി അതൊക്കെ റെഡിയാക്കണം കേട്ടോ. ഇന്നൊരു 2-3 ഒരു റാക്ക് റെഡിയാക്കണം വിചാരിച്ചിട്ട് ഇരുന്നതാണ് കേട്ടോ ഞാൻ. അപ്പോൾ അത് വഴിയെ കാണാം എന്താ സംഭവിച്ചെന്നുള്ളതൊക്കെ. എല്ലാം കഴുകി ഇതാ രാവിലെ തന്നെ ഫസ്റ്റ് അബദ്ധം ഇതാണ് കേട്ടോ. പരിപ്പ് അങ്ങോട്ട് മറിഞ്ഞ്. പിന്നെ ഇവിടെ തുടച്ച പ്രതലായതുകൊണ്ട് തന്നെ എനിക്കത് ഞാൻ കഴുകിയിട്ട് കുക്ക് ചെയ്യാനെടുത്തു കേട്ടോ. കളയൊന്നും ചെയ്തില്ല. താഴെ വീണത് പിന്നെ എന്തായാലും കളയേണ്ടി വരും. മുകളിൽ പിന്നെ വൃത്തിയായിട്ട് കിടക്കായിരുന്നു. അപ്പോൾ ഞാൻ ഫസ്റ്റ് തന്നെ ഇനിയിപ്പോൾ ആ പരിപ്പിൽ ചവിട്ടണ്ട, ഒരു കറി വയ്ക്കാനുള്ള പരിപ്പ് പോയിട്ടുണ്ട് കേട്ടോ താഴെ. അപ്പോൾ അതിൽ ചവിട്ടണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ ഫസ്റ്റ് തന്നെ അതിനെ ഒന്ന് അടിച്ചു വാരി ഒരു സൈഡിലോട്ട് മാറ്റിയിട്ടുണ്ട്. ഇനിയിപ്പോൾ അടിച്ചു വാരി കൂട്ടിയെടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ഇങ്ങനെ പോകുമ്പോൾ ഒരു സങ്കടം തന്നെയാണ് അല്ലേ. പെട്ടെന്ന് അങ്ങോട്ട് പഞ്ചസാര പോവും, എണ്ണ പോകും, അതുപോലെ നെയ്യ് പോയത് ഒരു വീഡിയോയിൽ ഉണ്ടായിരുന്നില്ലേ.
എൻ്റെ പണ്ടത്തെ ഒരു വീഡിയോയിൽ ഒരു ബോട്ടിൽ നെയ്യ് ഫുള്ളങ്ങ് പോയി, ബോട്ടിൽ പൊട്ടി താഴെ വീണിട്ട്. അയ്യോ, അന്നൊക്കെ ഭയങ്കര സങ്കടമായിരുന്നു. അത്രയും ഫ്രഷ് നെയ്യ് പോയപ്പം അതെടുക്കാനുള്ള സമയം എല്ലാം ഒന്ന് ആലോചിച്ച് നോക്കിയാൽ നിങ്ങൾ. അങ്ങനെ അപ്പം നമുക്കിന്ന് കുറേ കമൻസ് ഉണ്ടല്ലോ, റിപ്ലൈ കൊടുക്കാം അല്ലേ. എവിടെയായിരുന്നു ഇത്ത, മിസ് യു, സൂപ്പർ വ്ളോഗ്. ഞാനും ഇൻഡിപെൻഡൻസ് ഡേ അരിപ്പായസം വെച്ചു. അയ്യോ, അരിപ്പായസം കൊതിയാകുന്നു എനിക്ക്. അതും നമ്മുടെ ഗവൺമെൻറ് സ്കൂളിൽ കിട്ടുന്ന അരിപ്പായസത്തിനോടാണ് കൊതി. അതിൻ്റെ റെസിപ്പി അറിയെങ്കിൽ ആരെങ്കിലും കമൻറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ എന്തായാലും ഞാൻ എവിടെയായിരുന്നു എന്നുള്ളതൊക്കെ ഇന്നലെ വീഡിയോ കണ്ടപ്പോൾ മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. നമ്മൾ കുറച്ച് റെസ്റ്റിലായിരുന്നു. ഈ ബെഡ് റെസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലരും പല അർത്ഥത്തിലെടുക്കും എന്നുള്ളത് എനിക്ക് മനസ്സിലായി കേട്ടോ. അപ്പോൾ എന്തായാലും ടേക്ക് കെയർ. മുറിവെണ്ണ തേക്കുക, 1-2 മണിക്കൂർ ഇരിക്കുക, ഉപ്പിട്ട വെള്ളം കോരി ഒഴിക്കുക എന്ന് പറയുന്നുണ്ട്. എന്തായാലും ഇപ്പോൾ നല്ല മാറ്റം ഉണ്ട്, നല്ല മാറി എന്ന് തന്നെ പറയുക. ഇനി വരുമ്പോൾ നമുക്ക് നോക്കാം. ഇപ്പം എൻ്റെ മനസ്സിൻ്റെ ഒരു പേടിയാണ്, അത് വരുമോ എന്നുള്ള ഒരു പേടിയാണ് കേട്ടോ എനിക്കുള്ളത്. എന്നാലും നമ്മളങ്ങനെ വിട്ടുകൊടുക്കാൻ പാടില്ലല്ലോ. എനർജി ആയിട്ട് ഫുൾ എനർജിയിൽ തിരിച്ചു വരണ്ടേ ഞാൻ. അപ്പോൾ പിന്നെന്താണ്, ഒരാൾ നമ്മളോട് സലാം പറഞ്ഞിട്ടുണ്ട്. വലൈക്കും സ്ലാം. വേറെ ആരെയും ജിനി ചോദിക്കുന്നുണ്ട്. ഞാൻ ഇവിടെയൊക്കെ തന്നെ ഉണ്ടടോ, നിങ്ങളല്ലേ എവിടേക്കോ. നമ്മളിവിടേക്ക് തന്നെ അങ്ങനെ പഴയ പോലെ ഇങ്ങനെ കൊണ്ടിരിക്കുന്നുണ്ട്. സ്വന്തം വീട് എവിടെയാണ് ചോദിക്കുന്നുണ്ട്. മണ്ണാർക്കാടാണ്, അലനല്ലൂർ കൈരളി എന്ന് പറയുന്ന ബസ് സ്റ്റോപ്പിൻ്റെ അവിടെയാണ് നമ്മുടെ സ്വന്തം വീട്. ഹസ്ബൻഡിൻ്റെ വീട് വന്നിട്ട് കഞ്ചിക്കോട് ചുള്ളിമടയാണ് ഫസ്റ്റ് ബസ് സ്റ്റോപ്പ് കേട്ടോ. എൻ്റെ മാമാൻ്റെ വീട് കവിതൻ്റെ അടുത്ത്. അതെന്താന്ന് എനിക്കൊന്നും മനസ്സിലായില്ല. മാമാൻ്റെ വീട് കവിതൻ്റെ അടുത്ത്. ഈ കവിതൻ്റെ അടുത്ത് എന്ന് പറഞ്ഞാൽ അത് ഒന്നുകൂടി ക്ലാരിറ്റി തരണേ, എനിക്കതൊന്നും മനസ്സിലായില്ല കേട്ടോ സത്യമായിട്ടും. ഹായ് മുത്തേ, ജിമ്മിൽ പോയി പണി വാങ്ങി ഇരിക്കുക അല്ലേ, അത്രയ്ക്ക് തടിയൊന്നുമില്ല. എന്തായാലും വേഗം സുഖം പ്രാപിച്ച് വരൂ. മുരിങ്ങയില കണ്ടപ്പോൾ കൊതിയായി. ഇവിടെ ഇല ഇല്ല എന്ന് പറയുന്നുണ്ട്. ഓക്കെ, മുരിങ്ങയില ഇല്ല അല്ലേ ഇവിടെ. പിന്നെ അത് മരം നമ്മൾ മുറിച്ച് ഇങ്ങനെ ചെറുതാക്കും. കാരണം മേലോട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഒടിക്കാനേ കിട്ടൂല. അപ്പം അതിൻ്റെ കമ്പ് ഇങ്ങനെ പൊട്ടിച്ച് നമ്മൾ ഒരു ഹൈറ്റിൽ തന്നെ അങ്ങനെ വരുത്തിക്കൊണ്ടിരിക്കുകയാണ്. പെട്ടെന്നാവും ചെയ്യും കേട്ടോ. അങ്ങനെ അയാനാണ് ഇന്ന് എൻ്റെ കൂടെ ചായ കുടിക്കാൻ. റിഹാൻ ജിമ്മിൽ പോയി എത്തിയിട്ടില്ല. രാവിലെ ഇപ്പം എനിക്ക് ധാരാളം സമയമുണ്ട്. എൻ്റെ പണ്ടത്തെ സമയം ഞാൻ കമ്മലൊക്കെ ഇടാൻ മറന്നേക്കും കേട്ടോ. എന്നോ ഊരി വെച്ചതാ, ഓർമ്മയില്ല എന്നാന്നുള്ളത്. ഇങ്ങനെയൊക്കെ തന്നെയാണ് ഞാൻ കേട്ടോ. എടാ, എനിക്ക് നടുവേദന സ്റ്റാർട്ടായിട്ടുണ്ട്. ഞാനും നോക്കാതെ ഇരിക്കുകയാണ്. എവിടെ വരെ പോകുന്നു? നന്നായി, നോക്കാണ്ടിരുന്ന അടിപൊളിയാവും. പൊയ്ക്കോ വേഗം തന്നെ പൊയ്ക്കോ. ജിനി പറയണത് കേട്ടിട്ട് പേടിയാകും. കാരണം നമ്മൾ അനുഭവിച്ചതല്ലേ. എനിക്ക് അലക്കണ തുണികൾ, എന്നാൽ സമാധാനം കിട്ടുള്ളൂ. ഇപ്പോൾ പറ്റുന്നില്ല. നാളെ ഡോക്ടറിൻ്റെ കാണാൻ പോകണം. നല്ല തീരുമാനമാണ് കേട്ടോ, ഡോക്ടറിനെ കാണാൻ പോവും. തുണി കല്ലിൽ തന്നെ അലക്കണം എന്നുള്ളത് കുറേ ആൾക്കാർക്കുള്ള ഒരു ഇതാണ് അല്ലേ. എന്തായാലും എനിക്കിപ്പോൾ അങ്ങനെയൊന്നുമില്ല കേട്ടോ. എവിടെ നിന്നാണെങ്കിലും ഒന്ന് അലക്കിയാൽ മതിയെന്നേ ഉള്ളൂ. ഒരു ദിവസം ചേച്ചി വന്നിട്ട് എല്ലാം ഒരുപാട് തുണികളുണ്ട്. നമ്മൾ തന്നെ കണ്ടിട്ട് അന്ന് വിട്ടുപോയിട്ടോ, നമ്മുടെ വീട്ടിൽ ഇത്രയും തുണികളുണ്ടോ എന്ന്. അത്രയും തുണികളാണ് ചേച്ചി അന്ന് അലക്കി തന്നു. ഇപ്പോൾ പിന്നെ മെഷീനൊക്കെ ആയതുകൊണ്ട് നമ്മൾ ഇനിയിപ്പോൾ ഞാൻ ഇങ്ങനെ പറഞ്ഞു, വെയിൽ ഉറക്കട്ടെ, എന്നിട്ട് വരിൻ, നമുക്ക് വീടിൻ്റെ ഉള്ളിലൊക്കെ നന്നായിട്ട് ക്ലീൻ ചെയ്യാനുണ്ട് എന്നുള്ളത് അങ്ങനെ ഉമ്മ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. വെയിൽ വരാണ്ട് ക്ലീൻ ചെയ്യുമ്പോൾ ഒരു സുഖം ഉണ്ടാവില്ല. അപ്പോൾ ഇച്ചിരി വെയിൽ വരട്ടെ എന്ന് വിചാരിച്ചു കേട്ടോ. പിന്നെ ഹായ് എന്ന് പറഞ്ഞിട്ട് ഒരു സ്മൈലി ഇട്ടിട്ടുണ്ട്, ഒരു ഇമോജി ഇട്ടിട്ടുണ്ട്. ചിരിക്കും കറിയും ചെയ്യുക, എന്നെ കളിയാക്കണില്ലേ. നിങ്ങൾക്കറിയില്ല. പിന്നെ വെയിറ്റിംഗ് ആയിരുന്നു എന്ന് പറയുന്നുണ്ട്. ഓക്കെ, താങ്ക് യു മുത്തേ. അപ്പോൾ ഞാനൊന്ന് സാമ്പാർ വെക്കണയിൽ കുക്കറിലിട്ടത് പരിപ്പും അതുപോലെ വലിയുള്ളി, വെളുത്തുള്ളി, തക്കാളി, ഉരുളക്കിഴങ്ങ്, പച്ചമുളക്, കറിവേപ്പില, മഞ്ഞൾപ്പൊടി, കുറച്ച് ഓയിലും പിന്നെ എന്താ പറയുക ഉപ്പ് ഇട്ടിട്ടാണ് പരിപ്പ് അവിടെ വേവിക്കാൻ വേണ്ടി വെച്ചത്. പിന്നെ ഉപ്പേരിക്കുള്ള വെജിറ്റബിളൊക്കെ നന്നാക്കി എടുത്തിട്ടുണ്ട്. ഇനി അതും ഉപ്പേരിയും വെക്കണം. പിന്നെ രസമുണ്ട്, ഇന്നലത്തെ പരിപ്പ് ചാറ് കുറച്ചുണ്ട്. അപ്പോൾ ഇന്ന് നമുക്ക് അങ്ങനെയുള്ള ഒരു കുക്കിംഗ് മതിയെന്ന് വിചാരിച്ചു. കുട്ടികൾ പിന്നെ സ്കൂളിലും പോകുമല്ലോ. അപ്പോൾ റിഹാന് ഉച്ചയ്ക്കാണ് സ്കൂളുള്ളത്. പക്ഷെ അവൻ ചോറൊന്നും കഴിക്കില്ല കേട്ടോ. പോകുമ്പോൾ അവന് വല്ല പഴമോ ഫ്രൂട്ടോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കഴിച്ചിട്ടാണ് പോവുക. ഹായ് ജിനിത്ത എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, മുരിങ്ങ ഞങ്ങൾക്കും താന്ന്, നിങ്ങൾ ഇങ്ങോട്ട് വന്നാൽ തരാം ഇൻഷാല്ലാ. ഇവിടെ വരാത്തതുകൊണ്ട് ഞാൻ എങ്ങനെ എത്തിക്കാനാ. പക്ഷെ ഇപ്പം നമ്മൾ അതിലുള്ള 2 കമ്പ് ഒടിച്ചു കളഞ്ഞു.
ഇനി എങ്ങനെ കിട്ടുമോ നോക്കാം അല്ലേ, എപ്പോൾ കിട്ടണോ അപ്പോൾ വയ്ക്കാം. അപ്പോൾ ഞാൻ സാമ്പാർ വയ്ക്കുന്നത് ഇങ്ങനെയാണ്. എൻ്റെ തട്ടിക്കൂട്ട് സാമ്പാറാണ്. കടുകും ഉലുവയിട്ട് കൊടുത്തിട്ട് ഒന്ന് പൊട്ടിച്ചെടുത്തിട്ടുണ്ട്. തക്കാളി ഞാൻ കുക്കറിൽ ഒന്നേ ഇട്ടിട്ടുള്ളൂ, അപ്പോൾ ഒന്ന് വഴറ്റി ചേർത്താമെന്ന് വിചാരിച്ചു. വലിയ ഉള്ളിയൊക്കെ കുക്കറിൽ ഇട്ടതുകൊണ്ട് ഇതിലോട്ട് ഇട്ട് കൊടുക്കുന്നില്ല. പച്ചമുളകും കറിവേപ്പിലൊക്കെ ഇട്ടിട്ട് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം കേട്ടോ. അല്ലെങ്കിൽ എല്ലാം കുക്കറിൽ തന്നെ ഇട്ടാൽ മതി. കടുക് പൊട്ടിച്ചിട്ട് അങ്ങനെ പൊടി മാത്രം ഇട്ടാൽ മതി കേട്ടോ. അപ്പോൾ സാമ്പാർ പൊടി ഒരു 3 സ്പൂണ്, ഒരു 1/2 സ്പൂണോളം കായപ്പൊടിയും ചേർത്തിട്ടുണ്ട്. പിന്നെ പൊടികളൊക്കെ ഞാൻ കുക്കറിൽ കുറച്ച് ചേർത്തി കൊടുത്തിട്ടുണ്ട്. അതായത് മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടിയൊക്കെ കേട്ടോ. അപ്പോൾ ഇതൊന്നായിട്ടുണ്ട്. ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് അടച്ച് വയ്ക്കുന്നുണ്ട് ഇളക്കിയിട്ട്. ഇതിൻ്റെ എണ്ണയൊന്ന് തെളിഞ്ഞു വരട്ടെ. ആ സാമ്പാർ ഒന്ന് പൊടി ഒന്ന് നന്നായിട്ട് വേവാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതാ ഇങ്ങനെ ആയിട്ടുണ്ട്. ഞാൻ പല രീതിയിൽ സാമ്പാർ വയ്ക്കാറുണ്ട്. അവസാനം സാമ്പാർ ആയി വരും. ഇങ്ങനെ തന്നെ വെക്കണം എന്നൊന്നും ഒരു നിർബന്ധമില്ല കേട്ടോ. അപ്പോൾ വേവിച്ച പരിപ്പും എല്ലാം ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നന്നായിട്ട് ഇളക്കുക. നല്ല തിക്കുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വെള്ളം ഒഴിച്ചു കൊടുത്തു. കുറച്ച് ലൂസായിട്ട് തന്നെ ഇറക്കണേ, കാരണം ഇച്ചിരി കഴിയുമ്പോൾ വീണ്ടും നല്ല പോലെ കട്ടിയാകും കേട്ടോ. അപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പൊക്കെ ഇട്ടിട്ട് ഞാൻ അടച്ച് വയ്ക്കുന്നുണ്ട്. പിന്നെ ഒന്ന് തിള വന്ന ശേഷം മല്ലിയിലയും കൂടെ ചേർത്തി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ല നെയ്യ് റോസ്റ്റും സാമ്പാറും ചട്നിയും കൂടെ ആവശ്യമുണ്ട്. പക്ഷേ ഇന്നിങ്ങനെയൊക്കെ മതിയെന്ന്, എന്നും ലാവിഷായ ശരിയാവില്ലല്ലോ. അപ്പോൾ അടച്ചു വെച്ചു. സംഗതി സെറ്റാക്കിയിട്ടുണ്ട്. പിന്നെ ദോശമാവ് ഞാൻ ഫ്രിഡ്ജിൽ കൊണ്ട് വെച്ചതിനൊന്ന് എടുത്തിട്ട് വരുന്നുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ നമുക്ക് ദോശ ഒന്ന് ചുട്ടെടുക്കണം. പിന്നെ ഇപ്പോൾ എങ്ങനെയുണ്ട് ചോദിക്കുന്നുണ്ട്. കുഴപ്പമില്ല, മാറി തന്നെ പറയാം കേട്ടോ. ഇപ്പോൾ കുറവുണ്ടോ? ഇപ്പോൾ FBത്തെ കമൻസ് ആണ് കേട്ടോ ഞാൻ വായിക്കുന്നത്. ഇപ്പോൾ കുറവുണ്ടോ വേദന? ഞാനും തിരക്കിലായിരുന്നു, അതുകൊണ്ട് നോക്കിയില്ല FB. പക്ഷേ ദിവസവും ഓർക്കാറുണ്ടായിരുന്നു. ഇവിടെ മോള് വന്നിട്ടുണ്ട് ബാംഗ്ലൂരിൽ നിന്ന്, അതാണ് തിരക്കിലായത്. എത്രയും വേഗം അസുഖം മാറട്ടെ എന്ന് പറയുന്നുണ്ട്. ഓക്കെ നിങ്ങളുടെയൊക്കെ പ്രാർത്ഥന ഉണ്ട് എന്ന് അറിയുമ്പോൾ തന്നെ നമുക്കൊരു സന്തോഷം കേട്ടോ. സൂപ്പർ വീഡിയോ. ഉമ്മയുടെ വ്ളോഗ്. ഇത്താക്ക് ഇപ്പോൾ എങ്ങനെയുണ്ട്? ഓക്കെ ആയോ? എനിക്കും ഉണ്ടാവാറുണ്ട് ഇടയ്ക്ക്. പെയിൻ മാറിയോ? പെയിൻ ഏറെക്കുറെ മാറിയിട്ടുണ്ട്. മാറി തന്നെ പറയാം കേട്ടോ. അങ്ങനെ ഭയങ്കര പെയിൻ ഇപ്പം ഇല്ല, പേടിയുള്ള പെയിനാണ് ഇപ്പോൾ ഉള്ളത്. വീഡിയോ സൂപ്പറായിരുന്നു. പക്ഷേ ജിനിയുടെ ഫേസ് കണ്ടപ്പോൾ തോന്നി നല്ല വേദന ഉണ്ടെന്ന്. അതെ, എൻ്റെ ഫേസിലെല്ലാം അറിയാൻ പറ്റും, എല്ലാം ഒന്നും ഒളിക്കാൻ പറ്റില്ല കേട്ടോ. അപ്പോൾ ഉമ്മ ഉള്ളത് കൊണ്ട് എല്ലാം ഓക്കെ ആയിട്ടോ. അപ്പോൾ കുട്ടികളും എല്ലാം ഹെൽപ്പ് ചെയ്തു. ഇക്ക ഉണ്ടായിരുന്നില്ല, ഉള്ള സമയത്ത് ഇക്ക ഹെൽപ്പ് ചെയ്തു കേട്ടോ. അപ്പോൾ ഈ പറഞ്ഞ പോലെ നമ്മുടെ ഫാമിലിയിൽ നമുക്ക് വയ്യാണ്ടായി കഴിഞ്ഞ് നമ്മുടെ കൂടെ നിൽക്കാത്ത ആൾക്കാരുണ്ടെങ്കിൽ നമുക്ക് പിന്നെ അവിടെ നിന്നിട്ടൊരു കാര്യമില്ല. എന്തായാലും നമുക്ക് വയ്യായിക വരുമ്പോഴാണ് നമ്മുടെ ഫാമിലി നമ്മളെ എത്രത്തോളം സപ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്നുള്ളത് നമുക്ക് ഓരോരുത്തർക്കും മനസ്സിലാവുള്ളൂ. ആ കാര്യത്തിൽ എന്തായാലും എനിക്ക് ഭാഗ്യമുണ്ട്. നമുക്ക് വയ്യായിക വരുമ്പോൾ അതിൻ്റേതായ എല്ലാ കാര്യങ്ങളും നമുക്ക് ചെയ്തു തരാൻ ആൾക്കാരുണ്ടാവാറുണ്ട്. അങ്ങനെ തന്നെ പോട്ടെ തന്നെ പ്രാർത്ഥിക്കുന്നത് കേട്ടോ എപ്പോഴും. പിന്നെ എൻ്റെ കമൻറ്റ് വായിക്കുമോ? കമൻറ്റ് വേറെ ഇട്ടിട്ടുണ്ടോ? വായിച്ചിട്ടുണ്ട് ഈ കമൻറ്റ്. അപ്പോൾ ഒരാൾക്ക് സെയിം തിങ് ഹാപ്പൻ ടു മീ ആൾസോ ഓൺ സാറ്റർഡേ. ഓക്കെ, എനിക്ക് വെനസ്ഡേ ആണ് കേട്ടോ സംഭവിച്ചത്. സാറ്റർഡേ ആണ് ഞാൻ ഹോസ്പിറ്റലിലോട്ട് പോയത്, അതുകൊണ്ട് ഒരു 2-3 ദിവസം വൈകി. അങ്ങനെ കുട്ടികൾക്ക് ഫുഡെല്ലാം കൊടുത്തിട്ട് ഞാൻ ഇത്ര സ്പീഡിലൊന്നും നടക്കുന്നില്ല കേട്ടോ, വീഡിയോ സ്പീഡാക്കിയതുകൊണ്ടാണ്. അപ്പോൾ നിങ്ങൾ ഉണ്ടാവും ഇടുപ്പ് വേദന വന്ന് റെസ്റ്റ് എടുത്ത് വന്ന ആളാണോ ഇങ്ങനെ ഓടിച്ചാടി നടക്കുന്നതെന്ന്. അല്ല അങ്ങനെയല്ല കേട്ടോ. അപ്പോൾ എന്തായാലും അയാൻകുട്ടി പോകാൻ വേണ്ടിയിട്ട് ബാഗ് കൊണ്ടുവച്ചു. ഷൂ ഇട്ടിട്ട് പോകാമെന്ന് പറഞ്ഞു. നല്ല കാര്യം, കാരണം ഫുള്ള് യൂണിഫോം വേണമല്ലോ, എക്സാം അല്ലേ. അപ്പോൾ അവന് പോയ ശേഷം റിഹാൻക്ക് ഞാൻ ദോശ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു. അവന് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിന് ശേഷം ഞാൻ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് എടുത്തിട്ട് വന്നു കേട്ടോ. കുറച്ച് ഡയറ്റ് മസ്റ്റാണ്. ഇനി ചിയാ സീഡാണ് രാവിലെ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ്. ഇത് നമുക്ക് വേണമെങ്കിൽ ഫ്രൂട്ട്സ് എല്ലാം കട്ട് ചെയ്തിട്ട് പാലിലാക്കിയിട്ട് കുറച്ച് ഓട്സൊക്കെ ഇട്ടിട്ട് ഓവർനൈറ്റ് ഫുഡാക്കിയിട്ടും യൂസ് ചെയ്യാം. പക്ഷെ ഞാൻ ഇത് മാത്രമാണ് ഇന്ന് രാവിലെ കഴിക്കുന്നത്. ഫൈബറും എല്ലാം ഉണ്ട്. അപ്പോൾ ഇന്ന് ഫസ്റ്റ് ഡേ ഞാൻ ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കുകയാണ്. എത്ര ദിവസം കൊണ്ടുപോകാൻ പറ്റുമെന്നൊന്നും അറിയില്ല. ഞാൻ ഒരു പ്ലാനും ചെയ്യുന്നില്ല, കാരണം പ്ലാൻ ചെയ്ത ഡയറ്റൊന്നും എനിക്ക് നടത്താൻ പറ്റാറില്ല. അതുകൊണ്ട് ഒരു പ്ലാനും ചെയ്യുന്നില്ല കേട്ടോ. അങ്ങനെ ഉപ്പേരിക്ക് മുറിച്ചെടുക്കുകയാണ്. ഞാനിവിടെ ബീൻസും ക്യാരറ്റും ഉപ്പേരി ഇങ്ങനെയാണ് കേട്ടോ വയ്ക്കാറ്. എണ്ണ ഒഴിച്ചു കൊടുത്ത് ചൂടായ ശേഷം കടുക് ഇട്ട് കൊടുക്കുക. പിന്നെ ചിയാ സീഡ് കഴിച്ചാൽ നിറയെ വെള്ളം കുടിക്കണം എന്ന് മസ്റ്റാണ്. ബോട്ടിലിൽ വെള്ളം എപ്പോഴും കയ്യിൽ വെച്ചുകൊണ്ടേയിരിക്കണം കേട്ടോ.
പിന്നെ ഇതാ കടുകൊന്ന് പൊട്ടിയ ശേഷം ഇവിടെ ക്യാരറ്റ്, ബീൻസ്, വലിയുള്ളി, പച്ചമുളക്, കറിവേപ്പില എല്ലാം ഒന്നിച്ച് തട്ടി കൊടുക്കുന്നുണ്ട്. ഞാൻ വെള്ളമൊന്നും ഒഴിക്കാറില്ല. ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കിയിട്ട് ലോ ഫ്ലെയിമിൽ നമുക്ക് ഇത് കുക്ക് ചെയ്തിട്ട് പതുക്കെ എടുത്താൽ മതി കേട്ടോ. ഒരുപാട് ഹൈ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കരുത്. എണ്ണയല്ല വെള്ളം ഒഴിച്ചു കൊടുക്കരുത് കേട്ടോ. വെള്ളം ഒഴിച്ചു കൊടുത്താൽ ഉപ്പേരിൻ്റെ ടേസ്റ്റേ പോവും. അപ്പോൾ ഞാനിവിടെ അടച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ തേങ്ങ ചുരവിയെടുക്കുന്നുണ്ട് ഉപ്പേരിക്ക് വേണ്ടിയിട്ടാണ്. എന്താണ് വീഡിയോ ഇടാത്തത്, സുഖമല്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. സുഖം ആയിരുന്നില്ല, അതുകൊണ്ടാണ് വീഡിയോ ഫുള്ളായിട്ട് കണ്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ ഇടയ്ക്കൊന്ന് ഉപ്പേരിയും ഞാൻ ഇളക്കി കൊടുക്കുന്നുണ്ട്. സൂപ്പർ വീഡിയോ, അടിപൊളി പറയുന്നുണ്ട്. താങ്ക് യു. എങ്ങനെയുണ്ട് ചേച്ചി എന്ന് ചോദിക്കുന്നുണ്ട്. ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല, അങ്ങനെ പോകുന്നുണ്ട്. നമ്മളെ ഒരുപാട് പേര് അന്വേഷിച്ചിരുന്നു കേട്ടോ വീഡിയോ അവിടെ എന്നൊക്കെ ചോദിച്ചിട്ട്. അങ്ങനെ എൻ്റെ മൈക്ക് ഇങ്ങനെ എൻ്റെ ഒരു ഫ്രണ്ടിന് വേണം, അതിൻ്റെ ഫോട്ടോ ഒന്ന് അയച്ചു തരുമോ ചോദിച്ചു. 2 ദിവസം വാടകയ്ക്ക് അത്ര, പക്ഷേ വാടകയൊന്നും ഇല്ല കേട്ടോ, അത് വേറെ കാര്യം. അപ്പം ഞാൻ ഫോട്ടോ അയച്ചു കൊടുത്തപ്പോൾ അവന് ഓക്കെ വന്നെടുത്തിട്ട് പോകാമെന്ന് പറഞ്ഞു. അപ്പം ആ പണിയും അതിൻ്റെ ഇടയിൽ ചെയ്തു. 8:30 ആകുമ്പോൾ ഞാൻ ഫോട്ടോ അയച്ചു കൊടുക്കാമെന്ന് പറഞ്ഞാണ്, പക്ഷേ അരമണിക്കൂർ ഞാൻ വൈകിപ്പോയി. വൈകൂല്ലേ, മനുഷ്യന്മാരല്ലേ. അപ്പോൾ സാമ്പാർ കൊണ്ടുവച്ചു, പ്ലേറ്റൊക്കെ കൊണ്ടുവച്ചിട്ടുണ്ട്. ഇനി അവർക്കുള്ള ദോശയൊക്കെ ഒന്ന് ചുട്ടു കൊടുക്കണം. അത് കഴിഞ്ഞിട്ട് എനിക്ക് കുറച്ച് പണികളുണ്ട് കേട്ടോ ബാക്കി ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനിയിപ്പോൾ ചോറ് മാത്രം വെച്ചാൽ മതിയല്ലോ ഉച്ചയ്ക്ക്. രാവിലെ നേരത്തെ നമ്മുടെ പണി കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് സമയം ഉണ്ടാവില്ലേ. ജിമ്മിന് പോയിക്കൊണ്ടിരുന്ന സമയത്ത് എൻ്റെ മെയിൻ പ്രശ്നം കുക്കിംഗ്, അതായത് മെയിൻ പ്രശ്നം എന്ന് പറയാൻ പറ്റില്ല, കുക്കിംഗ് എനിക്ക് രാവിലെ തന്നെ തീർക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല എന്നുള്ളത്, അങ്ങനെ ഒരു ഇതുണ്ടായിരുന്നു കേട്ടോ എനിക്ക്. പക്ഷേ ജിമ്മ് വേറെ ലെവലാട്ടോ, ഇപ്പോഴും ഞാൻ പറയും വേറെ ലെവലാ. അതൊരു അങ്ങനെയാണ്. അങ്ങനെ ഇതാ ഞാൻ വേഗം അവർക്ക് ഫുഡ് ഉണ്ടാക്കി കൊടുത്ത്, നമ്മുടെ ക്യാരറ്റും ബീൻസൊക്കെ ഇവിടെ വന്നിട്ടുണ്ട്. തേങ്ങ ഇട്ടിട്ടൊന്ന് നന്നായിട്ട് മിക്സ് ആക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ സംഗതി സെറ്റ്. അപ്പോൾ ഇന്ന് ഇത്രയും മതി കേട്ടോ. സാലഡൊന്നും ഉണ്ടാക്കിയില്ല. വെജിറ്റബിളൊക്കെ മേടിച്ചിട്ട് വേണം. ഉമ്മയും ഉപ്പയും എന്തായാലും പുറത്ത് പോകുന്നുണ്ട്, അപ്പോൾ വെജിറ്റബിളൊക്കെ വാങ്ങിച്ചിട്ട് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഫ്രിഡ്ജ് ക്ലീനിങ് മസ്റ്റാണ്. ഫ്രിഡ്ജ് ക്ലീൻ ചെയ്യാനായിട്ടുണ്ട്. അത് ഒരു ദിവസം നിൽക്കണം എന്ന് വിചാരിച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെയാണ് പെട്ടെന്ന് മരുന്ന് കഴിച്ചില്ലല്ലോ എന്ന് ഓർമ്മ വന്നിട്ട് വേഗം പോയിട്ട് മരുന്നൊക്കെ എടുത്ത് കഴിച്ചു കേട്ടോ. പെയിൻ കില്ലറാണ് എന്ന് ഞാൻ വിചാരിക്കണു. ആയിരിക്കും അല്ലേ, അല്ലാതെ എന്ത് മരുന്ന് തരാനാണ് അവർ. അപ്പോൾ അത് കഴിച്ചു. പിന്നെ വേഗം കിച്ചണിലോട്ട് തന്നെ പോയി ചായ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. കിച്ചണിലോട്ട് തന്നെ പോയിട്ട് കുറച്ച് പാത്രങ്ങളും കഴുകാണ്ട്, പിന്നെ ഉമ്മ കുറച്ച് പാത്രങ്ങൾ കഴുകിയും തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതാ വേഗം ഇനി ചായ വെക്കണം. അപ്പോൾ ഇന്നലെ ഞാനൊരു ജസ്റ്റ് ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു നമ്മുടെ FBയിൽ. അതിൽ കുറേ കമൻറ്റ്സ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അതായത് ഇതാണ് പോസ്റ്റ്: മാറ്റാൻ സ്വന്തം കുറവുകളും തിരുത്താൻ സ്വന്തം തെറ്റുകളും ഉള്ളപ്പോൾ നാം എന്തിനു മറ്റുള്ളവരുടെ തെറ്റും കുറ്റവും തേടി നടക്കുന്നു? എന്താണ് നിങ്ങളുടെ അഭിപ്രായം, പറയൂ. അതിൽ കുറേ പേര് പറഞ്ഞത് വളരെ കറക്റ്റാണെന്ന് പറയുന്നുണ്ട്. പിന്നെ ഒരാൾ മാത്രം അത് നീയല്ലേ എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. അതെന്താണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. കുറേ ആൾക്കാർ സത്യം, ശരിയാണ് ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്താണ് നിങ്ങളുടെ അഭിപ്രായം പറയണേ. പിന്നെ അത് ഉമ്മ നമ്മുടെ ചായപാത്രം കാര്യങ്ങളൊക്കെ ഒന്ന് കഴുകിയെടുക്കുകയാണ് കേട്ടോ. അത് കഴിഞ്ഞിട്ട് അവർക്ക് ഇങ്ങോട്ട് പോകണം, കഞ്ചിക്കോട് പോകണം. പിന്നെ ഞാൻ വീഡിയോ കാണുമായിരുന്നു എന്ന് പറഞ്ഞിട്ടൊരു കമൻറ്റ് ഉണ്ട്. അതായത് ഞാൻ വീഡിയോ കാണുമായിരുന്നു, ഉമ്മയെ കാണാൻ നല്ല ഐശ്വര്യം, എപ്പോഴും ഹാപ്പി ഫേസ് ആണ്. മോൾക്ക് വയ്യാതായപ്പോൾ ഉമ്മ പണിയെല്ലാം ഒറ്റയ്ക്ക് ചെയ്തല്ലോ, നല്ല അമ്മായിയമ്മയാണ്. ഓക്കെ. നമ്മുടെ വീട്ടിൽ നമ്മളെ അങ്ങനെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ വേണം എന്ന് തന്നെയാണ് എൻ്റെ ഒരു അഭിപ്രായം കേട്ടോ. അല്ലാത്ത സമയങ്ങളിൽ നമ്മൾ ചെയ്തിട്ട് നമുക്ക് വയ്യായ്ക വരുമ്പോഴും നമ്മൾ ചെയ്യേണ്ട ഒരു അവസ്ഥ വന്നു കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ആ വീട്ടിൽ നിൽക്കാൻ തോന്നില്ല. അപ്പോൾ എന്തായാലും ഞാനിങ്ങനെ പറഞ്ഞു, നിങ്ങൾക്ക് ഇങ്ങനെ എല്ലാവരെയും കുട്ടികളെയും നോക്കണമല്ലോ, എന്നെയും നോക്കണം കുട്ടികളെയും നോക്കണം, അപ്പോൾ എല്ലാം കൊണ്ടും ബുദ്ധിമുട്ടാണെങ്കിൽ ഞാനിങ്ങനെ വീട്ടിൽ പോകാമെന്ന് പറഞ്ഞപ്പോൾ എന്നോട് അത് വേണ്ട, എന്തായാലും വയ്യായ്ക വരുമ്പോൾ വീട്ടിൽ പോകേണ്ട ആവശ്യമൊന്നുമില്ല, ഇവിടെ നമുക്ക് പണിക്കാരനെ വെച്ച് ഞാനും അഡ്ജസ്റ്റ് ചെയ്യാമെന്നുള്ള രീതിയിലാണ് സംസാരിച്ചത്. അത് നല്ലൊരു കാര്യമല്ലേ. അപ്പോൾ എന്തായാലും നമുക്ക് അപ്പോൾ ഒരു നമ്മൾ കെയർ ചെയ്യണ പോലെ തിരിച്ചും കെയറിങ് കിട്ടിക്കഴിഞ്ഞാൽ അവിടെ ഒരു കെമിസ്ട്രി വർക്കൗട്ട് ആവും അല്ലേ. അത് അത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ എവിടെ ആയിരുന്നു, മിസ് ചെയ്തു എന്നൊക്കെ പറയുന്നുണ്ട്. ഓക്കെ. എനിക്കും എല്ലാവരെയും മിസ് ചെയ്തു കേട്ടോ. ഞാൻ ഒനിയൻ ഇടാറില്ല, മല്ലിയിലയും തക്കാളിയും ഇടുമെന്ന് പറയുന്നുണ്ട്. നമ്മളൊരു ഫുഡ് ഉണ്ടാക്കിയിലാണ് കേട്ടോ. അങ്ങനെ കുട്ടികളുടെ
റൂമൊക്കെ ഞാൻ വേഗം ഒന്ന് ക്ലീൻ ചെയ്ത് എടുത്തിട്ടുണ്ട്. ഞാൻ ഇത്രയും വലിയ വ്ളോഗ് ഇടുകയാണെങ്കിൽ ഇടയ്ക്ക് ഇങ്ങനെ കുറച്ച് മ്യൂസിക് കുത്തി കയറ്റിട്ടെ നിങ്ങളുടെ അഭിപ്രായം എന്ന് പറയൂ. എത്രയോ ഞാൻ സംസാരിച്ച് വായിലത്തെ വെള്ളമൊക്കെ വറ്റുന്നതെന്ന്. അപ്പോൾ ഈ ജനലിൻ്റെ അവിടത്തേക്ക് കുറച്ച് മാറാലൊക്കെ ഉണ്ടായിരുന്നു, ഒന്ന് തട്ടിയെടുത്തിട്ടുണ്ട്. മൊത്തത്തിലൊന്നുമില്ല, ഞാൻ വിചാരിക്കുന്നത് ഓരോ ഭാഗം ചെറിയ പോർഷനുകളാക്കി ക്ലീൻ ചെയ്ത് കൊണ്ടുവരാമെന്നുള്ള ഒരു തീരുമാനമാണ്. എനിക്ക് എല്ലാം കൂടെ വലിച്ചു വാരി പണ്ടേ എനിക്ക് ഇടാൻ പേടിയാണ്, ഇപ്പോൾ അതിലേറെ പേടി തന്നെയാണ് കേട്ടോ. എനിക്ക് പറ്റുന്ന രീതിയിൽ ഇങ്ങനെ ക്ലീൻ ചെയ്തെടുക്കുക. അപ്പം ഞാൻ ഇന്ന് വിചാരിച്ചു നോക്കി അടുക്കള കുറേ ആയി ചെയ്തിട്ട്, അപ്പോൾ അടുക്കളയിൽ ഒരു റാക്ക് ക്ലീൻ ചെയ്യാമെന്നാണ് ഞാൻ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത് കേട്ടോ. അങ്ങനെ ഞാൻ വേഗം വന്നിട്ട് എല്ലാവിടെയും അടിച്ചു വാരി എടുക്കുകയാണ്. ഞാൻ പൊതുവേ ഏതെങ്കിലും ഒരു ഭാഗം ക്ലീൻ ചെയ്യുകയാണെങ്കിൽ കൂടെ ഞാൻ ഇങ്ങനെ വീട് മൊത്തം അങ്ങനെ ഇടാറില്ല. എല്ലാവിടെയും അടിച്ചു വാരി അതൊക്കെ സെറ്റാക്കിയിട്ട് പിന്നെ ആ ഭാഗം മാത്രമാണ് ഞാൻ ക്ലീൻ ചെയ്യാറ്. എന്നിട്ട് ലാസ്റ്റ് അവിടെ അടിച്ചു വാരി തുടച്ചെടുക്കും. ഇങ്ങനെയാണ് ഞാൻ എപ്പോഴും ചെയ്യാറുള്ളത്. അപ്പോൾ പെട്ടെന്ന് ആരെങ്കിലും കയറി വന്നാലും നമുക്ക് അത്ര വലിയ പ്രശ്നമൊന്നും ഉണ്ടാവില്ലല്ലോ. പിന്നെ കുറേ തുണികളൊക്കെ മടക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ ഒരു ടേബിൾ ഇവിടുന്ന് മാറ്റിയാലോ എന്ന് ഇങ്ങനെ ആലോചിക്കുകയാണ് കേട്ടോ ഞാൻ. ഇനിയിപ്പോൾ മാറ്റുകയാണെങ്കിൽ തന്നെ കുട്ടികളുടെ റൂമിൽ തന്നെ കൊണ്ടുപോയിടണം. ബുക്കും കാര്യങ്ങളൊക്കെ തന്നെ ആയിരുന്നു ആദ്യം ഇതിൽ വെച്ചിരുന്നത്. ഇവിടെ കൊണ്ടുവന്ന് ഇട്ട് കഴിഞ്ഞിട്ടുണ്ടല്ലോ ഞാൻ എൻ്റെ പാത്രങ്ങളൊക്കെ കൊണ്ടുപോയി വെക്കും. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അപ്പോൾ ഞാനിങ്ങനെ ആലോചിക്കുകയാണ്, ഇത് ഇവിടുന്ന് മാറ്റി കഴിഞ്ഞാൽ സ്പേസും വരും. അപ്പോൾ ഒന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്, നോക്കാം അല്ലേ. പണ്ടൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി ഓരോന്ന് ചെയ്യുമായിരുന്നു. അതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് ആണ് തോന്നുന്നു എനിക്ക് ടെന്നീസ് എൽബോ ഒക്കെ വന്നത്. കാരണം അലമാറനെ തൂക്കി ഇങ്ങോട്ട് കൊണ്ടുവന്ന് അങ്ങോട്ട് കൊണ്ടുവന്ന് എന്നിട്ട് ഇവിടെ എല്ലാവരും എന്തുകൊണ്ട് നീ ഒറ്റയ്ക്ക് ചെയ്തു വയ്ക്കും. അപ്പോൾ ഞാൻ വളരെ പതുക്കെ ചെയ്യുള്ളൂ കേട്ടോ, ഭയങ്കര സ്പീഡിലൊന്നും ചെയ്യൂല. ഇങ്ങനത്തെ ഹെവി കാര്യങ്ങളൊക്കെ എല്ലാവരുടെയും വിചാരം എനിക്ക് ഭയങ്കര സ്പീഡാണ്. കുക്കിങ്ങും കാര്യങ്ങളൊക്കെ ഭയങ്കര സ്പീഡിൽ ചെയ്യും. ബാക്കിയുള്ളതൊക്കെ വളരെ നോക്കിയിട്ട് ചെയ്യുള്ളൂ. കാരണം അത്രയും പേടിയാണ്, വീണാൽ എന്തെങ്കിലും ആവുമോ, കാല് പൊട്ടുമോ, എല്ല് പൊട്ടുമോ, ഇതെല്ലാം ലൈഫിൽ സംഭവിച്ച കാര്യങ്ങളായതുകൊണ്ട് നമുക്കത് ഭയങ്കര എക്സ്പീരിയൻസ് ആണ്, റിലേറ്റബിൾ ആണ്. കാരണം 3 പ്രാവശ്യമാണ് എൻ്റെ കാലൊടിഞ്ഞിട്ടുള്ളത്, വളരെ നിസ്സാര കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട്. ഒരു പ്രാവശ്യം ട്രിപ്പ് കഴിഞ്ഞ് തിരിച്ചു വരുമ്പം ജസ്റ്റ് വണ്ടിയിലുള്ളവരോടൊന്ന് ടാറ്റ പറഞ്ഞ് അങ്ങ് തിരിച്ച് എന്താ പറയുക കാറിൽ കയറാൻ വേണ്ടി പോയപ്പോൾ കാലൊന്ന് ചെറിയൊരു ഇതിൽ സിമെൻ്റൊക്കെ പോയി കിടക്കുന്ന ഭാഗം ഉണ്ടാവില്ലേ, അവിടെ നിന്ന് ട്വിസ്റ്റ് ആയതാണ്, പൊട്ടി. നെക്സ്റ്റ് പൊട്ടിയത് എങ്ങനെയെന്ന് വെച്ചാൽ മോന് പഠിക്കാൻ വേണ്ടി പറഞ്ഞിരുന്നു റിഹാനെ. അവന് 10 മണിയായിട്ടും ഒന്നും അറിയണ്ടായപ്പോൾ എനിക്ക് ദേഷ്യം വന്ന് കുറേ ചീത്തയും പറഞ്ഞ് ഞാൻ വേസ്റ്റ് കളയാൻ വേണ്ടി പുറത്തോട്ട് അങ്ങോട്ട് ഇറങ്ങിയതാ. ഒറ്റ വഴിക്ക് വീഴല് കേട്ടോ. അതിൽ കാല് പൊട്ടണ സൗണ്ട് ഞാൻ കേട്ടു കേട്ടോ, എല്ല് പൊട്ടണ. പിന്നെ ഒന്ന് സംഭവിച്ചത് അയൻകുട്ടി ജസ്റ്റ് ഒരു പില്ലോ, ഉരുണ്ട പില്ലോ ഉണ്ടാവില്ലേ, നല്ല വെയിറ്റുള്ള പില്ലോ, അത് കാലിലോട്ട് എറിഞ്ഞതാ. അങ്ങനെ ഞാൻ വീണിട്ട് കാല് പൊട്ടി. ഓക്കെ, അല്ലാണ്ട് അത് കാലിൽ തട്ടിയിട്ടല്ല, ഞാൻ വീണിട്ട് തന്നെയാണ് എല്ലാവിടെയും പൊട്ടിയത്. ഓക്കെ, അങ്ങനെ ഭയങ്കര എക്സ്പീരിയൻസ് ആണ് കേട്ടോ. എല്ല് അന്നേ എനിക്ക് അറിയാമായിരുന്നു എൻ്റെ എല്ലിന് ബലമില്ല എന്നുള്ളത് കേട്ടോ. അങ്ങനെ ഞാൻ വേഗം അവിടേക്ക് അടിച്ചു വാരി ഇനിയിപ്പോൾ കിച്ചണിലോട്ട് കയറിയിരിക്കുകയാണ്. നമുക്ക് ഇവിടെ ഞാൻ എന്ത് വിചാരിച്ചു, ജസ്റ്റ് മാറാല തട്ടിയിട്ട് മാത്രം ഞാനൊന്ന് അടിച്ചു വാരി എടുക്കാമെന്ന് വിചാരിച്ചിട്ട് മാത്രം കയറിയതാണ് കേട്ടോ ശരിക്കും പറഞ്ഞാൽ. പക്ഷേ ഓരോ ഭാഗം ചെയ്യുമ്പോഴാണ് ഇനിയും സമയമുണ്ടല്ലോ, കുറച്ചും കൂടെ അപ്പുറത്ത് ചെയ്യാം, പിന്നെ ഇനിയും ഉണ്ടല്ലോ എന്നുള്ള ആ ഒരു ഇത് വരിക കേട്ടോ. അപ്പോൾ ജനലിൻ്റെ അവിടത്തേക്ക് ഞാൻ പിന്നെ എപ്പോഴും എല്ലാതും ചൂലുകൊണ്ട് തന്നെയാണ് തട്ടിയെടുക്കാറ്. മാറാല മേലുള്ളത് മാത്രം മാറാല തോട്ടിയെടുക്കുള്ളൂ, ബാക്കിയുള്ളതൊക്കെ ഞാൻ ചൂലുകൊണ്ട് തന്നെയാണ് കേട്ടോ തട്ടിയെടുക്കാറ്. അപ്പോൾ അവിടേക്കൊന്ന് തട്ടി ജസ്റ്റ് ഒന്ന് തുടച്ചെടുത്തിട്ടുണ്ട്. ഡീറ്റെയിൽഡ് ആയിട്ടൊക്കെ ഇനി ചേച്ചിമാർ വന്ന് ചെയ്യും. ഞാൻ ജസ്റ്റ് ഒന്ന് അത്രയേ ഉള്ളൂ കേട്ടോ, ഭയങ്കര ഡീപ്പായിട്ട് ചെയ്യില്ല. പക്ഷേ പാത്രങ്ങളുടെ സെക്ഷനൊക്കെ ഡീപ്പായിട്ട് ചെയ്യണം വിചാരിച്ചിട്ടാണ്, അതായത് എല്ലാം കഴുകിയെടുക്കണം വിചാരിച്ചിട്ടിരിക്കുകയാണ്. അപ്പോൾ കുക്ക് ചെയ്ത ഫുഡ് ഫസ്റ്റ് അവിടെ നിന്ന് മാറ്റി ഹാളിൽ കൊണ്ടുവച്ചു കേട്ടോ. ഇനി അതിലേക്ക് എന്തെങ്കിലും ആവണ്ടെന്ന് വിചാരിച്ചിട്ട് പിന്നെ ഈ ഭാഗങ്ങളിലൊക്കെ ഫ്ലവർ വേസും കാര്യങ്ങളൊക്കെ ഒന്ന് മാറ്റിയിട്ട് ഞാനൊന്ന് തുടച്ചെടുക്കുകയാണ്. കാരണം കടുക് പൊട്ടിക്കുമ്പോൾ എന്താണെങ്കിലും അങ്ങോട്ടൊക്കെ തെറിക്കും കേട്ടോ, കടുകൊക്കെ ഉണ്ടാവും അവിടെ. അപ്പോൾ ഞാൻ അതൊക്കെ ഒന്ന് മാറ്റി കടുകും കാര്യങ്ങളൊക്കെ അവിടെ നിന്ന് തുടച്ച് മാറ്റുകയാണ് കേട്ടോ. ബോട്ടിലിൻ്റെ അടിയും ഒക്കെ ഒന്ന് തുടച്ച് എണ്ണമെഴുക്കൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് മാറ്റാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഈ ഒരു ഭാഗമൊക്കെ കഴിഞ്ഞു. ഇനി ഞാൻ വിചാരിച്ചത് എന്താണെന്ന് വെച്ചാൽ ഒരു റാക്ക് ക്ലീൻ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് അങ്ങോട്ട് പോയതാണ്.
ഈ ഒരു ഭാഗം കേട്ടോ. ഈ ഒരു ഭാഗത്ത് കുറച്ച് പാത്രങ്ങളും ബോട്ടിലുകളും മാത്രമാണ്. എൻ്റെ അടുക്കള കാണുമ്പോൾ നിങ്ങൾക്ക് ശ്വാസം മുട്ടുണ്ടാവില്ലേ, എത്രയോ പാത്രങ്ങൾ കമ്മിയാക്കിയതാണ് കേട്ടോ ഇത്. പക്ഷേ കാണുന്നവർക്ക് വിചാരിക്കും ഇത് ഒത്തിരി ഉണ്ട് എന്ന്. ഞാൻ ഏറ്റവും മേലത്തെ റാക്കിൻ്റെ മേലെ കയറിയിട്ടില്ല, ഏറ്റവും മേലെ ഞാൻ കയറിയിട്ടില്ല. കാരണം അവിടെ കയറണമെങ്കിൽ എനിക്ക് ചെയർ വേണം. അപ്പോൾ ചെയറിൽ ഇപ്പോൾ എന്തായാലും ഞാൻ കയറൂല വിചാരിച്ചിട്ടാണ്. പക്ഷേ എന്താ പറയുക, ഞാൻ ഓക്കെയാണ് കേട്ടോ. ഇനിയിപ്പോൾ ഞാൻ ഹെൽത്ത് ഓക്കെ അല്ലാണ്ട് ഇങ്ങനെയൊക്കെ ചെയ്തു എന്നൊന്നും വിചാരിക്കണ്ട, ഞാൻ ഓക്കെയാണ്. പിന്നെ അവിടേക്ക് ഒന്ന് ഇതാക്കി തുടച്ചെടുക്കുന്നുണ്ട് കേട്ടോ. കുറച്ച് ഈ എന്താ പറയുക, നമ്മുടെ സോപ്പിൻ്റെ വെള്ളമാക്കിയിട്ടാണ് ഞാൻ തുടച്ചെടുക്കുന്നത്. പിന്നെ വീണ്ടും ഒന്നും കൂടെ തുടച്ചെടുക്കും കേട്ടോ. അപ്പോൾ എന്തെങ്കിലും ബാഡ് സ്മെല്ലൊക്കെ ഉണ്ട്, സോപ്പ് വെള്ളം ഈ ലൈസോൾ പോലത്തെ ഉണ്ടാവില്ലേ, അങ്ങനത്തെയാണ് കേട്ടോ ഉദ്ദേശിച്ചത്. അപ്പോൾ എല്ലാവിടെയും ഒന്ന് തുടച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊക്കെ കഴുകിയിട്ട് വേണം വെക്കാൻ. ഇതൊന്നും ഞാൻ യൂസ് ചെയ്തിട്ടില്ല, വെറുതെ അവിടെ പൊടി പിടിച്ച് കിടക്കുകയാണ്. അപ്പോൾ ഞാൻ ഒരു ഭാഗത്തോട്ട് മാറ്റിയിട്ട് കഴുകാൻ വേണ്ടി തുടങ്ങി. എല്ലാം കൂടെ നിരത്തിയിട്ട് കഴിഞ്ഞാൽ നമുക്ക് കഴുകാനും കാണുമ്പോഴും ഒക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഞാൻ നമ്മുടെ സോപ്പൊക്കെ എടുത്ത് എല്ലാം കഴുകാൻ തുടങ്ങിയിട്ടോ. അതേപോലെ നമ്മുടെ നേരത്തെ ഒരു വ്ളോഗ് ഉണ്ടായിരുന്നല്ലോ, തമിഴ്നാട്ടിൽ എങ്ങനെ എത്തിയെന്ന് പറഞ്ഞ് ഞാൻ ക്യാപ്ഷൻ ഇട്ടിട്ടുണ്ടായിരുന്നു, ടൈറ്റിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. ആ വ്ളോഗ് കാണാത്തവരുണ്ടെങ്കിൽ പോയി കണ്ട് സപ്പോർട്ട് ചെയ്യട്ടോ. വ്ളോഗ് എനിക്കിഷ്ടമായി, നല്ലൊരു എനർജി ഉണ്ട്, സൂപ്പർ എന്ന് പറയുന്നുണ്ട്. അതിലത്തെ കുറച്ച് കമൻറ്റ്സ് ഞാൻ വായിച്ചിട്ടുണ്ടായിരുന്നില്ല. പിന്നെ അതുപോലെ എനിക്കും ചെറിയ മോനെ നല്ല ഇഷ്ടമാണ്, സംസാരമൊക്കെ ഭയങ്കര ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അതേപോലെ നമ്മുടെ ചോറ് ഊറ്റുന്ന പാത്രത്തിൽ ചോറ് ഇങ്ങനെ ഊറ്റുമ്പോൾ ഫുള്ള് വെള്ളം പോകുമോ ചോദിക്കുന്നുണ്ട്. ഫുള്ളും വെള്ളം പോകും കേട്ടോ. ഞാൻ എന്താ വേഗം അവിടേക്ക് ഒന്ന് ആ പാത്രങ്ങൾ കംപ്ലീറ്റ് കഴുകി അങ്ങോട്ട് മാറ്റി വെച്ചേക്കുവാണ്. ചളിയൊന്നുമില്ല, കുറച്ച് പൊടി മാത്രമുണ്ട്, പൊടി അത്ര തന്നെ. പിന്നെ പാറ്റയുടെ ശല്യം ഭയങ്കരമായിട്ടുണ്ട് കേട്ടോ, അതിൻ്റെ പ്രശ്നങ്ങളും ഉണ്ട്, അത്രയേ ഉള്ളൂ. വേറെ അങ്ങനെ ഓവറായി ഉരച്ച് തേച്ച് കഴുകാനുള്ള അത്രയൊന്നുമില്ല, ജസ്റ്റ് ക്യാഷ്വലായിട്ട് കഴുകിയാൽ മതി കേട്ടോ. പിന്നെ കല്യാണ ഫോട്ടോ കാണിക്കുമെന്ന്, കല്യാണ ആൽബം നമുക്ക് കിട്ടിയിട്ട് കുറേ ദിവസമായി. സ്റ്റുഡിയോയിൽ കല്യാണ ആൽബം അല്ല CD, പക്ഷേ സ്റ്റുഡിയോയിൽ പോകാനേ പറ്റിയിട്ടില്ല എനിക്ക്. അതിൻ്റെ ഉള്ളിൽ നിന്ന് വല്ലതും കിട്ടുമെന്ന് പഠിച്ചവനേ അറിയുള്ളൂ. കിട്ടുകയാണെങ്കിൽ ഞാൻ എന്തായാലും അത് സെറ്റാക്കണം എന്ന് വിചാരിച്ചിട്ടാണ്. എൻ്റെ ഫോണത്തെ ചാർജ് ഇപ്പം കംപ്ലീറ്റ് പോകുമെന്ന് തോന്നുന്നു കേട്ടോ. ഞാൻ പറ്റണ വരെ വേഗം ഇത് കൊടുക്കട്ടെ, വോയിസ് ഓവർ കൊടുക്കട്ടെ. പിന്നെ തമിഴ്നാട്ടിലാണ് ഇക്കാക്ക് ജോബ് എന്ന്, അല്ല ഇക്കപ്പോൾ ജോഗറിലാണ് വർക്ക് ചെയ്യണത്. അത് കോഴിക്കോടാണ് കേട്ടോ, രാമനാട്ടുകരയിലാണ്. അതേപോലെ കേരളം ഒഴികെ ബാക്കി കുറേ സംസ്ഥാനങ്ങളൊക്കെ ഹാൻഡിൽ ചെയ്യണം. ഓൾ ഇന്ത്യ അങ്ങനെ വന്നുകൊണ്ടിരിക്കണല്ലേ ഉള്ളൂ അവർ. അപ്പോൾ സെയിൽസ് മാനേജറായിട്ട് വർക്ക് ചെയ്യാണ് കേട്ടോ, സെയിൽസ് ഹെഡായിട്ട്. ഇനി ഓണം ലീവിൽ വീട്ടിൽ പോകുന്നില്ലേ ചോദിക്കുന്നുണ്ട്. പോകണം, എന്തായാലും പോകണം. പിന്നെ ചോറ് തീമക്കൽ എന്ന് എൻ്റെ നാട്ടിലും പറയാറുണ്ട്. ജിനിയുടെ ഇക്കാൻ്റെ പേരെന്താ ചോദിക്കുന്നുണ്ട്. ഷമീം എന്നാണ് പേര്. പിന്നെ മുട്ടക്കറി അപ്പത്തിനൊക്കെ അടിപൊളി ആയിരിക്കും എന്ന് തോന്നുന്നു, അയാൻ്റെ സംസാരം അടിപൊളി എന്ന് പറയുന്നുണ്ട്. ഈ മുട്ടക്കറി അപ്പത്തിന് മീൻകറിയൊക്കെ ഒഴിച്ച് കഴിക്കണവർക്ക് എന്തായാലും ഇഷ്ടമാകും. അപ്പത്തിന് പുളി ഒഴിച്ച് കഴിക്കണവർക്ക്, അല്ലാത്തവർക്ക് ഇഷ്ടമാവാൻ ചാൻസ് കുറവാണ് കേട്ടോ. പിന്നെ ഞാൻ വേഗം പോയിട്ട് ഈ ഒരു ഭാഗത്തെ പാത്രങ്ങളൊക്കെ കഴുകിയതിനെ തുടച്ചിട്ട് ഞാൻ അവിടെ എല്ലാം കമഴ്ത്തി വെക്കുന്നുണ്ടായിരുന്നു. പിന്നെ നമ്മൾ ആ കഴുകിയ വെള്ളമൊക്കെ കളഞ്ഞു. ഇനി അടുത്ത സെക്ഷനാണ് കേട്ടോ ഞാൻ എടുക്കുന്നത്. പാത്രം കഴുകിയതിൻ്റെ കുറേ വെള്ളമൊക്കെ ഉണ്ടായിരുന്നു, അതിനേക്ക് ഒന്ന് വടിച്ച് കളഞ്ഞു. ഇനി നെക്സ്റ്റ് റാക്കിലത്തെ സാധനങ്ങളൊക്കെ ഇവിടെ കൊണ്ടുവന്ന് വെക്കണം. അപ്പോൾ ഞാൻ ആദ്യം തന്നെ അവിടുത്തെ സാധനങ്ങളൊക്കെ നിറക്കണം കേട്ടോ. ബോട്ടിലുകളൊക്കെ കഴുകണം, സാധനങ്ങൾ ഉള്ളിലുള്ളതിൻ്റെ പുറമേ മാത്രം കഴുകാമെന്ന് വിചാരിച്ചു. പിന്നെ കളയേണ്ടതെല്ലാം കളയണം. ഇങ്ങനെ ക്ലീൻ ചെയ്യുന്ന ദിവസങ്ങളിലാണ് ഞാൻ കുറേ ബോട്ടിലും അതും ഇതൊക്കെ എനിക്ക് കുറേ കളയാനുണ്ടാവും, അതൊക്കെ കളയും കേട്ടോ. ഒന്നും നോക്കില്ല, എല്ലാം കളയും. ചിലപ്പോൾ അച്ചാറിൻ്റെ അത് ഇതൊക്കെ ഉണ്ടാവും. അപ്പം ഞാനിതാ കുറേ ബോട്ടിലൊക്കെ താഴോട്ട് ഇറക്കിയിട്ടുണ്ട്. പിന്നെ ഈ ഒരു ഭാഗത്ത് ഞാൻ ജസ്റ്റ് ഒരു വാൾ സ്റ്റിക്കറൊന്ന് ഒട്ടിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. കാരണം നേരത്തെ ഒട്ടിച്ചത് ഒരുപാട് അഴുക്കായിരുന്നു. അപ്പോൾ ഞാൻ ഈ ഒരു ഭാഗത്ത് ഇതൊന്ന് ഒട്ടിച്ചെടുക്കാമെന്ന് വിചാരിച്ചു. അതിൻ്റെ ഇടയിൽ കോൾ ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ എന്നിട്ട് സംസാരിച്ചുകൊണ്ട് തന്നെയാണ് ഇതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ. സ്പീക്കറിൽ വെച്ചിട്ട് അവൾക്കാണെങ്കിൽ കേൾക്കണില്ല പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. ഞാൻ ഫോൺ താഴെ വെച്ചിട്ടല്ലേ ഇതൊക്കെ സംസാരിക്കുന്നത്. അപ്പോൾ വേഗം അതിനേക്ക് ഒന്ന് സെറ്റാക്കിയെടുത്തു. ഇനി നമുക്ക് പാത്രം കഴുകാനുണ്ട്, പാത്രങ്ങളല്ല ബോട്ടിലും കാര്യങ്ങളൊക്കെ. ഈ ഭാഗത്ത് ഞാൻ അധികം എണ്ണ അങ്ങനത്തെ സാധനങ്ങളൊക്കെയാണ് വെക്കാറുള്ളത്. പിന്നെ ഓവനും എയർ ഫ്രയറും ഇതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കണം.
പിന്നെ റിഹാൻ പോവുകയും ചെയ്തു കേട്ടോ അതിൻ്റെ ഇടയിൽ പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട്. ഇതാ ഇത്രയും സാധനങ്ങളുണ്ടായിരുന്നു ആ റാക്കിൽ. ഇനി ഇതെല്ലാം ക്ലീൻ ചെയ്ത് അങ്ങോട്ട് കയറ്റണം. ഞാൻ ഇന്ന് 3 റാക്ക് മാത്രമാണ് ക്ലീൻ ആക്കിയത്. ഒരു റാക്ക് മാത്രം ക്ലീൻ ആക്കണം വിചാരിച്ചിട്ട് കയറിയതാണ്. പിന്നെ നോക്കുമ്പോൾ സമയം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു ശരി വെറുതെ ഇരിക്കണ്ടെന്നും പറഞ്ഞിട്ട് ഇങ്ങനെ പതുക്കെ തന്നെയാണ് ചെയ്യുന്നത് കേട്ടോ എല്ലാം. അപ്പോൾ അതെല്ലാം ചെയ്തു. വേണ്ട സാധനങ്ങൾ വേണ്ടാത്ത സാധനങ്ങളൊക്കെ മാറ്റി എല്ലാം ചെയ്തെടുത്ത് 3 റാക്ക് ക്ലീൻ ആക്കി. അപ്പോഴേക്കും ഉമ്മയും ഉപ്പിയും വന്ന് കുറേ വെജിറ്റബിളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഫ്രിഡ്ജ് ക്ലീൻ ആക്കിയിട്ട് വെക്കാമെന്നാണ് വിചാരിച്ചത്. പക്ഷേ ഇനിയിപ്പോൾ അതിന് ഇന്ന് എന്തായാലും സമയമില്ല, ബാക്കി നാളെ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വ്ളോഗ് ഇത്രയൊക്കെ തന്നെയുള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കരുത്. അതേപോലെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ നമ്മുടെ കമൻറ്റ് ബോക്സ് വഴി അറിയിക്കുക. ഇതാ നമ്മുടെ എയർ ഫ്രയർ ഒന്ന് കുളിച്ച് കുട്ടപ്പനാക്കിയിട്ടുണ്ട്. ഓവൻ ഞാൻ അങ്ങോട്ട് മാറ്റി, കാരണം എയർ ഫ്രയർ അവിടെ വെക്കുമ്പോൾ എനിക്കിത് അങ്ങനെ യൂസ് ചെയ്യാൻ പറ്റുന്നില്ല. ഇവിടെ വെച്ച് കഴിഞ്ഞാൽ എനിക്ക് പെട്ടെന്ന് യൂസ് ചെയ്യാൻ പറ്റും. ഓവൻ പിന്നെ ഞാൻ പെട്ടെന്ന് അങ്ങ് എടുക്കൊന്നുമില്ല. ഒരു പ്രാവശ്യം പുകയൊക്കെ വന്നപ്പോൾ എനിക്ക് പേടിയായി. പിന്നെ കൊണ്ടുപോയി നേരാക്കി കൊണ്ടുവന്നാൽ എന്നാലും എനിക്ക് പേടി കേട്ടോ ഇപ്പോൾ ഓവൻ യൂസ് ചെയ്യാൻ. എയർ ഫ്രയർ ആകുമ്പോൾ എനിക്ക് പ്രശ്നമേ ഇല്ല. അപ്പോൾ ഇത്രയൊക്കെ തന്നെയുള്ളൂ ഇന്നത്തെ വ്ളോഗ്. അപ്പോൾ എല്ലാവർക്കും ടാറ്റ, ബൈ ബൈ, ടേക്ക് കെയർ, ഹാവ് എ നൈസ് ഡേ.